ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു സീരിയസ് ഒരു മാറ്റർ സംസാരിക്കാനാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു പെൺകുട്ടിയാണ്, കേൾക്കുന്ന നിങ്ങളിലും ഓഡിയൻസിലും പെൺകുട്ടികളുണ്ടാവും. അപ്പം നമ്മൾ മെയിനായിട്ട് പെൺകുട്ടികളായിട്ട് ജനിച്ചുകൊണ്ടാണോ വേറെ പല കാര്യങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല, കേട്ട് വന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും. അതായത് നമ്മളൊരു 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ മുട്ടിന് അത്ര ഇറക്കമുള്ള ടോപ്പ് ഇടണം, ടൈറ്റുള്ള പാൻറ് ഇടാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. കേട്ട് വളർന്ന ആൾക്കാരാണ്. ഭയങ്കര റെയർ അങ്ങനെ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയാൻ പാടില്ല. മേ ബി ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഒരു 99-ൽ ഒരു 100-ൽ ഒരു 1% എങ്കിലും പെൺകുട്ടികൾ മേ ബി കേട്ടിട്ടുണ്ടാവില്ലായിരിക്കാം ഇങ്ങനത്തെ സംഭവങ്ങൾ. പക്ഷെ ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ഡോക്ടർ കൊൽക്കത്തയിൽ റേപ്പ് ചെയ്ത് കൊല കൊല വരെ നടന്നിട്ടുണ്ട്. അവിടെ റേപ്പ് ചെയ്ത് ആ ഡോക്ടറെ കൊന്നു. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ഡോക്ടറിൻ്റെ ഡ്യൂട്ടി ഡ്രസ്സിലാണ് ഇരുന്നത്, ഒരു വൈറ്റ് കോട്ട്. അതിൽ ഇത്ര എന്താ പറയുക, ഉണരാൻ വേണ്ടിയിട്ടുള്ള എന്ത് സംഭവം ഉള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്തിരി ടൈറ്റുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ മുട്ട് വരെ ഇറക്കില്ല, ഒരു എന്താ പറയുക, ഒരു തൈ വരെയൊക്കെ ഇറക്കമുള്ള ഒരു ടോപ്പ് ഇട്ടാലും അടിയിൽ പാൻറ് ഉണ്ടാവും. ഇല്ലെങ്കിലും അത് ഇടരുതെന്ന് നമ്മളോട് പറയുന്നുണ്ടല്ലോ. അപ്പം ഇട്ടാൽ പീഡനങ്ങൾ നടക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് പെൺകുട്ടികളുടെ ഡ്രസ്സ് കൊണ്ടിട്ടാണ് പീഡനം നടക്കുന്നതെന്നൊക്കെ ഞാൻ കുറേ ആൾക്കാരിൽ നിന്ന് ഇൻ പേഴ്സൺ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നുണ്ട് ആൾക്കാർ. ഇപ്പോഴും പറയുന്നുണ്ട് കുറേ ആൾക്കാർ. മക്കളൊക്കെ. പക്ഷേ ഇതിൽ കുറേ എന്താ പറയുക, ഇരയായിട്ട് വരുന്ന ആൾക്കാർ, ചെറിയ മക്കൾ വരെ ഇതിൽ പെടുന്നുണ്ട്. അവരുടെ ദേഹത്ത് എന്തുണ്ടായിട്ടാ? ഈ ചില ആൾക്കാർ നമ്മൾ നോക്കുകയാണെങ്കിൽ, വലിയ ആൾക്കാരാണെങ്കിലും കുറച്ച് ചിലപ്പോൾ ഡ്രസ്സ് വ്യത്യാസം ഉണ്ടാവും, സൈസിന്, നമ്മുടെ ബോഡിയിലുള്ള പല ഓർഗൻസിനും സൈസിന് വ്യത്യാസം ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഒരാൾക്ക് നമ്മളെ കയറി പിടിക്കാനോ നമ്മളെ റേപ്പ് ചെയ്യാനോ ഒന്നിനും ഒരു അധികാരമില്ല. ബട്ട് സ്റ്റിൽ അത് നമ്മുടെ നാട്ടിൽ ഒരു മടിയില്ലാതെ നടക്കുന്നുണ്ട്. ഈവൻ ഞാൻ വരെ വളർന്നു വന്നപ്പോൾ ഞാൻ കേട്ടേക്കുന്ന ഒരു സംഭവം ഉണ്ട്. എനിക്കൊക്കെ മുട്ടിൻ്റെ അവിടം വരെ ഇറക്കമുള്ള ടോപ്പും ലൂസായിട്ടുള്ള ഒരു പാൻറ്റൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. ടോപ്പും ലൂസായിരിക്കണം, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് കണ്ട് പെട്ടെന്ന് പീഡിപ്പിക്കാൻ തോന്നിയാലോ എന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെ ഒരു വീട്ടുകാർ. ഞാൻ ഒരു കുറ്റം പറയല്ല, അവരുടെ ചിന്താഗതി അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തല്ല, നമ്മുടെ ഇന്ത്യയിലുള്ള മിക്ക ആൾക്കാരും ചിന്താഗതി അങ്ങനെ ഇരിക്കും. പെണ്ണിൻ്റെ സൈഡാണ് തെറ്റ്, ഡ്രസ്സായിരിക്കും തെറ്റ്. ആരെന്ത് കാണിക്കുന്നതെന്നല്ല, ഇത് ഈ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ക്രൈം ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഇത് എന്താ ഇങ്ങനെ തോന്നുന്നത്, അവരുടെ സൈഡല്ലേ മിസ്റ്റേക്ക്. അപ്പം നമ്മളൊരു 6 മണി കഴിഞ്ഞിട്ട് ഇറങ്ങി നടന്ന പെൺകുട്ടികൾ ഇറങ്ങിയായിരുന്ന ചോദിക്കും, എന്താ നീ കയറാത്തത്, ഇത്ര നേരമായില്ലേ, പെൺകുട്ടികളല്ലേ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. പറഞ്ഞിട്ടില്ല ഇതിന് മുന്നേ വീട്ടിൽ കയറണ്ടേന്നൊക്കെ. ഇതിപ്പോൾ അതിന് ബദലായിട്ട് ഇപ്പോൾ ഒരു ആൺകുട്ടിയാണ് ഇറങ്ങി നടക്കുന്നതെന്ന് ചോദിക്കൂല. ഇതിപ്പോ ആ ആൺകുട്ടിനോട് ഇത് പറഞ്ഞിങ്ങനെ വളർത്തി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നാട്ടില് റേപ്പ് കേസ് കുറയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ അവിടെ റേപ്പ്, ഇവിടെ റേപ്പ്, ചെറിയ മക്കളെ റേപ്പ് ഇത് കേട്ടിട്ടാണ് നമ്മൾ എണീക്കുന്നത്. എല്ലാ ദിവസവും അതെ. ഇപ്പോൾ ആ ഡോക്ടറിൻ്റെ കേസ് കഴിഞ്ഞതിന് ശേഷം അതിന് മുന്നേ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യാതെ ഇരിക്കും. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതല്ലേ നമ്മൾ അറിയുന്നുള്ളൂ. റിപ്പോർട്ട് ചെയ്യാത്ത എത്ര കേസ് ഉണ്ടാവും? റിപ്പോർട്ട് ചെയ്തത് ഇത്ര, അപ്പൊ ചെയ്യാത്തത് എത്ര ഉണ്ടാവും? എത്ര പേര് പേടിച്ചിട്ട് മുന്നോട്ട് വരാണ്ട് നിൽക്കുന്നുണ്ടാവും. പീഡനം നടക്കുന്നുണ്ടാവും, പക്ഷേ മർഡർ നടക്കുന്നുണ്ടാവില്ല. അവർ മുന്നോട്ട് വന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. കാരണം ഈ സൊസൈറ്റി എന്താ കാണിക്കുന്നത്? എന്ത് വന്നാലും ഒന്നെങ്കിൽ എന്താ പറയുക, പെണ്ണിൻ്റെ സൈഡ് തെറ്റ്, അല്ലെങ്കിൽ നീ ആ സമയത്ത് ഇറങ്ങാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ നീ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് റേപ്പ് ചെയ്തപ്പെട്ടിരിക്കുന്നതെന്നായിരിക്കും പറയുക. സ്ത്രീ എന്ത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നോ, ഏത് സമയത്ത് പുറത്തിറങ്ങിയിരിക്കുന്നോ, ഇതാണ് റേപ്പ് ചെയ്യാനുള്ള പ്രശ്നം എന്നാണ് ആൾക്കാർ പറയുന്നത്. അതാണോ ശരിക്കത്തെ പ്രശ്നം? ശരിക്കത്തെ പ്രശ്നം അതാണെങ്കിൽ കുറേ പേര് പെൺകുട്ടികളെ വീട്ടിൽ ഈ സോക്കോളിൻ്റെ അച്ചടക്കത്തോടു കൂടി ഇത്ര ഇന്നിറക്കമുള്ള, ഇത്ര കവേർഡ് ആയിട്ടുള്ള ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടണം, പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് വളർത്തുന്ന ആൾക്കാരുണ്ട്. എന്നെഴുതിയിട്ട് ഈ നാട്ടിലെ റേപ്പ് കേസ് കൂടുതലല്ലാതെ കുറയുന്നുണ്ടോ? ഇപ്പം ഡോക്ടറിൻ്റെ കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് ഒരു നേഴ്സ് കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് എന്തോരം കഴിഞ്ഞ്, ചെറിയൊരു 14 വയസ്സുള്ള കുട്ടീൻ്റെ കഴിഞ്ഞു. അത് ഇന്ന് നമ്മൾ കേട്ട ന്യൂസ് അല്ലേ? ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിൻ്റെ കുഴപ്പം തന്നെയാണ്. കാരണം ഇപ്പോൾ സൗദിയിലാണെങ്കിൽ തല വെട്ടും. അതുകൊണ്ട് ആൾക്കാർ എന്നെഴുതി അവിടെ ഇല്ലയെന്ന് ഞാനൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് സൗദിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വേറെ പറയാം. ഇതിൽ ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല. അതുപോലെ അങ്ങനത്തെ ഒരു നിയമമൊക്കെ നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ ഒരു പരിധി വരെ ആൾക്കാർ പേടിച്ചിട്ടെങ്കിലും മേ ബി റേപ്പ് ചെയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. കുറേ ആൾക്കാരുടെ ലൈഫ് സേഫായിട്ട് നിൽക്കുന്നുണ്ടാവും, ജീവനെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഇത് റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൊന്നു കളയുക, ഇതേ ഉള്ളൂ ഈ നാട്ടിൽ നടക്കുന്നത്. ഡൽഹിയാണ് കൊല്ലുന്നത്, ഒരു മനസാക്ഷി എന്തെങ്കിലും ഒന്ന്. ഈ പച്ച ഇറച്ചിയോട് ഇത്ര ഇത് തോന്നുന്നത് എന്താണ്?
ഈ റേപ്പ് ചെയ്യുന്ന ആള് ഇങ്ങനെ മാറിടവും തൊലിയും മാംസവും ഫ്ലഷും ഉള്ള ഒരു അമ്മയുടെ വയറ്റിൽ നിന്നല്ലേ വന്നേക്കുന്നത്. എന്നിട്ടൊരു പെണ്ണിനെ കാണുമ്പോൾ ഇത്ര എന്തെന്നാണ് ആവുന്നത്. അതിപ്പോൾ ആ ഡോക്ടർ എന്തിട്ടിട്ടാണ്? ഡോക്ടറിന്റെ ഡ്യൂട്ടി ഡ്രസ്സ് ഇട്ടിട്ടാണോ തോന്നിയത്? ഡോക്ടറല്ല, എന്തോരം പേര്. ഒരു ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നില്ല, ആസിഫ എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടിയുടെ ദേഹത്ത് എന്തുണ്ടായിട്ടാ? മാംസമല്ല അത്, സ്കിന്ന് കാണിക്കുന്ന ആ ഒരു സ്കിന്ന് പുറത്തോട്ട് കാണുന്ന ആ ഒരു ഇതല്ല. ഡ്രസ്സിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. ആ ചെറിയ കൊച്ചിൻ്റെ മേത്ത് എന്തുണ്ടായിട്ടാ? പിന്നെ ആ ചെറിയ കൊച്ചു എന്താ ഇടേണ്ടത്? ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രോപ്പറായിട്ട് ഇതിനൊരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിക്ക് വരികയാണെങ്കിൽ തന്നെ ആൾക്കാർക്ക് കുറച്ചെങ്കിലും ഒരു ഒരു ഇതുണ്ടാവും. ഞാനിത് ഇപ്പോൾ ഒരാളെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് എനിക്ക് നാളെ ഇങ്ങനെ പ്രശ്നമാവില്ലേന്ന്. ഇത് നമ്മളുടെ നിയമം ഇങ്ങനെ ആയതുകൊണ്ട് ആൾക്കാർക്ക് ഒന്നും കൂടെ കോൺഫിഡൻസ് ആണ്. ഞാൻ കൂടിപ്പോയ ഒരു 2-3 കൊല്ലം അല്ലെങ്കിൽ ഒരു 5 കൊല്ലം ജയിലിൽ കിടന്നിട്ട് പോരും. എന്തായാലും വധശിക്ഷയും തലവെട്ടലും തൂക്കിക്കൊല്ലൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. റെയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് കേസിനല്ലേ കിട്ടത്തുള്ളൂ എന്നുള്ളതിൽ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ നിയമം തന്നെ ഉണ്ടായി കൊടുക്കുന്നത്. ഇതിനിപ്പോൾ നിർത്തിയില്ലെങ്കിൽ 2012 നിർഭയ കൊല്ലപ്പെട്ടു. പീഡിപ്പിച്ച് കൊന്നു എന്ന് വേണം പറയാനായിട്ട്. നമ്മൾ എക്സാക്റ്റ് എടുത്ത് പറയണമല്ലോ. അത് കുറച്ച് പറയുകയാണെങ്കിൽ നിർഭയനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇതായിരിക്കും, പറയുന്നതിലാ ലളിതമാക്കിയാൽ. അത് കഴിഞ്ഞിട്ട് 12 കൊല്ലം കഴിഞ്ഞ്. 12 കൊല്ലം കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോഴും. അതിൻ്റെ ഇടയ്ക്ക് കുറേ റേപ്പ് കേസ് നടന്നിട്ടുണ്ട്. ഇപ്പതേ പിന്നെ നിർഭയ കഴിഞ്ഞിട്ട് നടക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഭയങ്കര അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിരുന്നിരിക്കും. ഞാൻ ഉൾപ്പെടെ വിചാരിച്ചിരുന്നു. അത്രയും വലിയൊരു കേസ് വന്നതാണല്ലോ, അപ്പോൾ ആൾക്കാരെയൊക്കെ പിടിച്ചാണല്ലോ, അപ്പോൾ ആൾക്കാർക്ക് ഒന്നുകൂടെ പേടിയാവും ഇങ്ങനത്തെ ഓരോ ക്രൈം ചെയ്യുമ്പോൾ. പക്ഷെ കാര്യമില്ല, ആൾക്കാരെങ്ങനെയാണ്. നിർഭയയുടെ ഇത് കഴിഞ്ഞിട്ട് മുംബൈയിൽ ശക്തി മിൽ എന്ന് പറയുന്ന ഒരു മില്ല്, ഒരു ഗ്യാങ് റേപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോ ജേർണലിസ്റ്റിനെയാണ് അവിടെ റേപ്പ് ചെയ്ത് കൊന്നത്, ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊന്നത്. എന്നിട്ട് ആ സമയത്ത് കോർട്ട് ഇതിൽ റേപ്പിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഡെത്ത് പെനാൽറ്റി പറഞ്ഞിരുന്നു. പക്ഷെ അതിന് ശേഷം കോർട്ട് പറയാണ് അത് മാറ്റിയിട്ട് ഡെത്ത് പെനാൽറ്റി മാറ്റിയിട്ട് ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആക്കി. കാരണം ഇവരത് ആലോചിച്ച് അത്ര ഗിൽറ്റി ആവട്ടെ, അല്ലെങ്കിൽ ഇവരുടെ അത് ഡെത്ത് എന്ന് പറയുന്നത് പെട്ടെന്നുള്ളൊരു ഒരു പണിഷ്മെൻറ്റ് തീർന്ന പോലെ ആയി പോകുമെന്ന് കരുതിയിട്ട് ഡെത്ത് പെനാൽറ്റി മാറ്റിയത്. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഓൺ ദ സ്പോട്ട് തന്നെ കൊന്നുകളയണം, അത് തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഒന്നും ഇവന്മാരുടെ ഇത് മാറൂല. ഇത് എത്ര പേര് ഇപ്പോഴും റേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ ഈ പകൽമാന്യന്മാരെന്ന് പറയൂലേ, നല്ല അന്തസ്സായിട്ട് നടക്കുന്നുണ്ടാവും, നമ്മളൊന്നും അറിയണ്ടാവില്ല. പിന്നെ നമ്മൾ എല്ലാവരും അറിയുന്ന ജിഷയുടെ കേസ് പെരുമ്പാവൂർ വെച്ചിട്ടുണ്ടായിരുന്നത്. ദളിത് ലേഡി ആയിരുന്നു. ഇത് എന്തിനാണ് ഇവർ ചെയ്യുന്നത്? ഇതൊക്കെ ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ഇത് ജിഷ എന്തിപ്പോൾ ചെയ്തത്? ജിഷ എന്ത് ചെയ്തിട്ടാണ്? വീട്ടിൽ കയറിയിട്ടാണ് അക്രമം നടന്നേക്കുന്നത്. പിന്നെ നടന്നേക്കുന്നത് തമിഴ്നാട്ടിൽ അരിയല്ലൂർ എന്ന് പറയുന്ന ഒരു പ്ലേസിൽ ഒരു റേപ്പ് നടന്നിട്ടുണ്ട്. അവിടെ ഒരു 17 വയസ്സായിട്ടുള്ളൊരു ദളിത് പെൺകുട്ടീനെ റേപ്പ് ചെയ്ത് കൊന്നേക്കുന്നത്. അത് അപ്പർ കാസ്റ്റിലുള്ള ഒരാൾ. അവർ രണ്ടുപേരും തമ്മിൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. ആ 17 വയസ്സുള്ള ദളിത് പെൺകുട്ടി പ്രഗ്നൻറ്റും ആയി. എന്നിട്ട് ആ കുട്ടീനെ മാരേജ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അയാൾ റേപ്പ് ചെയ്ത ആ പെൺകൊച്ചിനെ കൊല്ലുകയാണ്. അതും വെറും കൊല്ലലല്ല കൊന്നേക്കുന്നത്, ജെനിറ്റേലിയ കട്ട് ഓഫ് ചെയ്തിട്ട് ആ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ കൊച്ചിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ആ ജനിക്കാത്ത ആ ബേബീനെ വരെ പുറത്തെടുത്തിട്ടാണ്. അത്ര ക്രൂരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരാളെ റേപ്പ് ചെയ്യാനാണെങ്കിൽ അവിടെ കാസ്റ്റ് ഇല്ല, കളറില്ല, റിലീജിയൻ ഇല്ല, അതുപോലെ തന്നെ ആരും ആയിക്കോട്ടെ റേപ്പ് ചെയ്യുക. പക്ഷേ മാരേജ് ചെയ്യുകയാണെങ്കിൽ ഇത്ര മാനദണ്ഡങ്ങളുണ്ട്, പറ്റത്തില്ല. കാസ്റ്റ് പ്രശ്നമാണ്, റിലീജിയൻ പ്രശ്നമാണ്, കളറ് പ്രശ്നമാണ്, പ്രൗഢി പ്രശ്നമാണ്. റേപ്പ് ചെയ്യാനാണെങ്കിൽ ഒരു ഫീമെയിൽ ജെനിറ്റേലിയ ആയാൽ മതി, ഫീമെയിൽ ബോഡി ആയാൽ മതി, ഫ്ലഷ് ഉണ്ടായാൽ മതി, ഇത് മാത്രം മതിയല്ലേ. ഇത് എന്തോ പോലെ തോന്നുന്നു. ലൈക്ക് ഭയങ്കര സെക്ഷലി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പെണ്ണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരം എന്ന് വരെ തോന്നിപ്പോവുക. ശരിക്കും അത് അങ്ങനെ അല്ലാന്ന് നമുക്കറിയാം. പക്ഷേ ഇത് അങ്ങനെ അല്ലാന്ന് കണ്ടാൽ അതിന് പ്രോപ്പറായിട്ട് ഇവിടെ ഒരു നിയമമുണ്ടോ? അതുമില്ല. അപ്പോൾ സ്ത്രീകൾ അങ്ങനെ തന്നെയല്ലേ ആൾക്കാർ യൂസ് ചെയ്യുള്ളൂ. നിയമത്തിന് പേടിയില്ലാത്ത ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയല്ലേ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ 8 വയസ്സുള്ള നേരത്തെ പറഞ്ഞ ആസിഫ എന്ന് പറയുന്ന കുട്ടീനെ റേപ്പ് ചെയ്തു. അതും ക്ഷേത്രത്തിൽ കുറേ ദിവസം വെച്ച് ആ കൊച്ചിനെ സെഡേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോയത് അത്രേ, റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ക്ഷേത്രത്തിൽ കുറേ ദിവസം വെച്ച് ആ കൊച്ചിനെ റേപ്പ് ചെയ്ത്. ആ കൊച്ചിൻ്റെ ദേഹത്ത് എന്തുണ്ടായിട്ട്, ആ കൊച്ചു എന്ത് എക്സ്പോസ് ചെയ്തിട്ടാ? എവിടുന്നാ റേപ്പ് ചെയ്യുന്നത്? അമ്പലത്തിൽ നിന്ന്.
ഈ പെണ്ണുങ്ങള് കാണിച്ചത് കൊണ്ടാണ്, എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ്, ഷോർട്ട് ഡ്രസ് ഇട്ടത് കൊണ്ടാണെന്ന് പറയുന്നുണ്ടല്ലോ. ആ കുട്ടിയുടെ ദേഹത്ത് എന്തുണ്ടായിട്ടാ? ആ കുട്ടി പിന്നെ ഡെഡ് വരെ ഷോർട്ട് റേപ്പ് ഡ്രസ്സ്, ചെയ്യുന്ന ആ ആൾക്കാർ. കുട്ടിയുടെ ഡ്രസ്സ് എന്ത് ഷോർട്ട്നെസ് ഉണ്ടായിട്ടാണ് റേപ്പ് അവിടെ നടക്കുന്നത്? അത് ഈ ചെയ്യുന്ന ആളുടെ മെന്റാലിറ്റി അല്ലേ? ഒരു പ്രോപ്പറായിട്ട് ഒരു നിയമം ഉണ്ടെങ്കിൽ ഇത് നടക്കുവോ? പ്രോപ്പറായിട്ട് നിയമം പുസ്തകത്തിലുണ്ടായിട്ടും കാര്യമില്ലല്ലോ. അത് പ്രോപ്പറായിട്ട് അവിടെ എക്സിക്യൂഷൻ നടന്നാൽ മാത്രമേ ഉള്ളൂ ആൾക്കാർക്ക്, ഓ ഞാൻ ഇങ്ങനെ ചെയ്ത എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത്ര സ്ട്രോങ് ആണ് നമ്മുടെ രാജ്യത്തെ നിയമം എന്ന് തോന്നിയാലല്ലേ ഇത് ചെയ്യാണ്ടിരിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിലെ നിയമം ശരിക്കും സ്ത്രീകൾ എങ്ങനെ വേണമെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ആക്കി വിടുന്ന രീതിക്കാണോ ആവുന്നതെന്നും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്ന സമയം ഭയങ്കരമായിട്ട് കടന്നു പോയേക്കണ്. കാരണം ഒന്നുമില്ല ചോദിക്കാനായിട്ട് കുറച്ച് ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുത്താൽ മതി. ഡെത്ത് പെനാൽറ്റി റയറസ്റ്റ് ഓഫ് ദി റയർ അല്ലേ പോകുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും എനിക്കിഷ്ടമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹൈദരാബാദിലൊരു ഗ്യാങ് റേപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഒരു വെറ്റിനറി ഡോക്ടറെയാണ് കൊന്നത്. 26 വയസ്സെന്തോ ആയിട്ടുള്ള ഒരു വെറ്റിനറി ഡോക്ടറെ കൊന്നത്, റേപ്പ് ചെയ്ത് കൊന്നത്. 4 ലോറി ഡ്രൈവർമാർ ചേർന്നാണ് കൊന്നത്. എന്നിട്ട് ആ കുട്ടിയുടെ ബോഡി കത്തിക്കുകയുണ്ടായത്. എന്നിട്ട് ഇതിൽ ഈ 4 പേരെയും, ഈ 4 ലോറി ഡ്രൈവർമാരെയും വെടിവെച്ച് കൊന്നിട്ടുണ്ട് പോലീസ്. ക്രൈം സീനിൽ കൊണ്ടുപോയിട്ട് തെളിവെടുക്കലിന് കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ച് ക്ലാഷ് ഉണ്ടായി. അങ്ങനെ വെടിവെച്ച് കൊന്ന്. അതിന് മാത്രം അവിടെ ജസ്റ്റിസ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ കേട്ടോ. കാരണം ഇതിന് ശിക്ഷ എന്ന് പറയുന്നത് ആളെ അങ്ങോട്ട് തീർത്ത് കളയാന്നുള്ളത് തന്നെയാണ്. വേറെ എന്താ ഉള്ളത്? മറ്റൊരാളില്ല. ആ ഒരാളുടെ ഒരു സമയത്തെ ഒരു നേരത്തെ കാമം കാരണം മറ്റേ ഒരു പെൺകുട്ടി ഇല്ല. ഇനിയിപ്പോൾ അങ്ങനത്തെ പെൺകുട്ടികൾ ജീവിക്കുകയാണെങ്കിൽ അവർ ചത്തായിരിക്കും ജീവിക്കുന്നത്. ചത്ത ശരീരമായിട്ട് ചത്ത മനസ്സുമായിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. അപ്പം അവിടെ എനിക്ക് ഒരു എന്താ ജസ്റ്റിസ് കിട്ടിയെന്ന് എനിക്ക് സ്റ്റിൽ തോന്നിയിട്ടുണ്ട്. അവർ ഒറ്റയടിക്കാൻ മരിച്ചത്. ഇഞ്ചിഞ്ചായി ആ പെൺകുട്ടി അനുഭവിച്ച ആ പെയിന് ഓല് അനുഭവിച്ചിട്ടില്ല. അത് കിട്ടില്ലല്ലോ, അതൊരിക്കലും കിട്ടില്ലല്ലോ. അതില്ല. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാനൊക്കെ എൻ്റെ വീട്ടുകാരുടെ കൂടെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇത്ര ഇറക്കമുള്ള ഡ്രസ്സ് ഇടണം, ഷോളൊക്കെ നല്ല വൃത്തിക്ക് ഇടണം, അങ്ങനെയൊക്കെ സംഭവമുണ്ട്. അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും കണ്ട് കാമം തോന്നിയാലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മദറിൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഇങ്ങനെ ടൂ വീലറിൽ പോവാണ്. അപ്പം നമ്മൾ 2 കാലും അപ്പുറത്തോട്ടും ഇങ്ങനെ 2 സൈഡിലോട്ട് ഇട്ടിട്ടാണല്ലോ ഇരിക്കുക. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ടോപ്പിന് ലെങ്ത് ആണെങ്കിൽ ടോപ്പ് ഇത്തിരി ഒന്ന് കയറും മേളിലോട്ട്. അപ്പോൾ ആ കയറുമ്പോൾ ഒരാൾ ഞങ്ങളിങ്ങനെ നിർത്തിയിട്ടേക്കായിരുന്നു. ബ്ലോക്കോ ട്രാഫിക്കോ എന്തോ ആയിരുന്നു. അപ്പം ഇങ്ങനെ നിർത്തിയിട്ടപ്പോൾ ഒരാളിങ്ങനെ നോക്കുക. ഒരാൾ നോക്കുന്നത് കണ്ടിട്ട് ഈ പുള്ളിക്കാരി എന്നോട് പറയാണ്, നിൻ്റെ ദേ തുട കാണുന്നുണ്ട്, അത് താഴ്ത്തിയിടാൻ അയാൾ നോക്കുന്ന കണ്ടില്ലേന്ന്. അയാൾ നോക്കുന്നതിന് അവർക്ക് അങ്ങോട്ട് പോയിട്ട്, അല്ലെങ്കിൽ നീ എന്താണ് എൻ്റെ എന്താ ചേട്ടത്തിയുടെ മോളെ നോക്കുന്നത്, അല്ലെങ്കിൽ നീ എന്തിനാ അവളെ നോക്കുന്നത്, ആ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു നോട്ടം എന്തിനാ നോക്കുന്നതെന്ന് ചോദിക്കാനല്ല. എൻ്റെ കാലിറക്കിയിട്ട് അയാൾക്ക് സെക്ഷലി അങ്ങനെ തോന്നുന്നുണ്ട്, ഇല്ലെങ്കിൽ അയാൾ നോക്കി എന്തോ ആവുന്നുണ്ട്. ഇതാണ് പറയുന്നത്. എൻ്റെ കാലം എത്ര പേർക്ക് എന്തായിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അതും സ്കിന്ന് പോലും അവിടെ കാണുന്നില്ല. ഒരു പാൻറ്റും ഒരു ടോപ്പോ ഉള്ളത്. അപ്പം ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത്രത്തോളം ഞാനൊക്കെ അങ്ങനെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വന്നിടത്തോളം, അതും പെൺകുട്ടികളാണ്, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു അറിഞ്ഞു വളർന്നതിൻ്റെ ഒരു ഇതിൽ ഇപ്പോഴും പെൺകുട്ടികളെ തന്നെ ബ്ലെയിം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ആ ഡോക്ടറിൻ്റെ മാറ്ററിലും ഇനീഷ്യലി ഡോക്ടറെ ബ്ലെയിം ചെയ്ത് കുറച്ച് പേരുണ്ടായിരുന്നു, നമ്മൾ ന്യൂസിലൊക്കെ കുറച്ചല്ല, കുറെ കണ്ടായിരിക്കല്ലോ. പേരുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഗേൾസിനെയാണ് ബ്ലെയിം ചെയ്യുന്നത്. ശരിക്കും ഗേൾസിനെ അല്ല ബ്ലെയിം ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ആൺകുട്ടിയാണെങ്കിൽ എന്തിനാണ് 6 മണി കഴിഞ്ഞിട്ട് നീ പുറത്ത് പോകണേ നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. അതെന്താ ചോദിക്കാത്തത്? എന്താ ആ ആൺകുട്ടി പോയാൽ ഒരു കുഴപ്പവും ഇല്ലേ? ഒന്നും ഉണ്ടാവില്ല. ശരി, റേപ്പ് ചെയ്യാൻ മാത്രമേ അല്ലേ അറിയത്തുള്ളൂ, റേപ്പ് ചെയ്യപ്പെടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് പാരൻസിനൊക്കെ. എല്ലാതും പെൺകുട്ടികളുടെ തലയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് കാര്യമുണ്ടോ? അങ്ങനെ കൊണ്ടുവന്നിട്ടിട്ട് എത്ര പരിധി വരെ പോകും ഇതൊക്കെ? ആ കൊച്ചവിടെ തീരെയുള്ളൂ എന്തെങ്കിലും ആയിപ്പോയാലും. നമ്മളിവിടെ നോട്ട് ഓൾ മെൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ മെന്നാണെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാ പറയുന്നതല്ല, ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കെങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും? നമ്മൾ ജനറലൈസ് ചെയ്ത് നോക്കി എല്ലാവരും ഇങ്ങനെയാണെന്ന് തന്നെയല്ലേ നമ്മൾ വിചാരിക്കുക. So true. നമ്മൾ ഇതിൽ ആരാണ് നല്ലത്, ഇതിൽ ആരാണ് ചീത്ത, ഇതിൽ ആരാണ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് നോക്കുക, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ടച്ച് ചെയ്യാൻ നമുക്കെങ്ങനെ അറിയാൻ പറ്റും? എല്ലാവരും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാവരും സംശയത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്ന് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഓക്കെ, ശരിയാണ്, എല്ലാവരും അങ്ങനെയല്ല. ഒരാൾ കെട്ടതാണെന്ന് കരുതിയിട്ട് അയാളെ പോലെ തന്നെയല്ല ലോകത്തുള്ള എല്ലാവരും. പക്ഷെ നമ്മളെങ്ങനെ ഫിൽട്ടർ ചെയ്യാനാ? അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എനിക്ക് മൊത്തത്തിൽ പാരൻസിനോടും ഗേൾസിനോടാണെങ്കിലും ബോയ്സിനോടാണെങ്കിലും ബ്രദേഴ്സ് ഹസ്ബൻഡ്സ് ആരാണെങ്കിലും
നമ്മുടെ കൂടെയുള്ള ഗേൾസ് ആരാണെങ്കിലും അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക. അല്ലാതെ നീ അങ്ങനെ ചെയ്യരുത്, നീ അങ്ങനെ പുറത്ത് പോവരുത്, ബ്ലെയിം ചെയ്യുന്ന ആ ഒരു സംഗതിയെങ്കിലും അറ്റ്ലീസ്റ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തുറന്ന് പറയാനുള്ളൊരു സ്പേസ് അറ്റ്ലീസ്റ്റ് നമ്മളായിട്ട് ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മേ ബി കേസായിട്ടാണെങ്കിലും പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ഒരു കേസ് നല്ലതുപോലെ ഒരു മുന്നോട്ട് പോകാൻ പറ്റും. ആ നന്നായിട്ട് വന്നാലോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അൺലെസ് അൺടിൽ നമ്മൾ ട്രൈ ചെയ്താൽ അല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു സേഫ് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. റാദർ ദാൻ നീ പോയത് കൊണ്ടാണ് അയാൾ നിന്നെ നോക്കിയത്, നീ നീ ഇറങ്ങാൻ അങ്ങനെ ഡ്രസ്സ് പാടില്ല. ഇട്ടത് കൊണ്ടാണ് അയാൾ നിന്നെ അങ്ങനെ ടച്ച് ചെയ്തത്, ഇങ്ങനെയുള്ള പറച്ചിലും കാര്യങ്ങളൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞുപോയി. കാരണം ഇപ്പോഴത്തെ കാര്യങ്ങൾ അങ്ങനെയല്ല നടക്കുന്നത്. അപ്പം അത് ഒന്ന് എല്ലാവരോടും ഒന്ന് പറയണമെന്ന് തോന്നി. അതാണ് ഇതിന് നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നിയതെന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ. കാരണം നമ്മളുടെ ഡ്രസ്സിനെയാണോ നമ്മളുടെ ശരീരത്തിനെയാണോ നമ്മളുടെ എന്താ പറയുക ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ചു പോയത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ജെനിറ്റേലിയ നമ്മൾ ക്യാരി ചെയ്യുന്നത് കൊണ്ടാണോ നമ്മൾ ഇങ്ങനത്തെ ഉള്ള അനീതികൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരു റേപ്പ് അല്ലെങ്കിലും ഒരു എന്താ പറയുക കൺസെൻറ്റ് ഇല്ലാത്തൊരു ടച്ച് ആണെങ്കിലും അത് നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അലട്ടും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കത്. ചിലപ്പോൾ ഒരാളോട് പറയാൻ തന്നെ തോന്നത്തില്ല. നമുക്ക് നമ്മളോട് തന്നെ ചിലപ്പം വെറുപ്പ് തോന്നാൻ സാധ്യതകളുണ്ട്. എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല, പക്ഷെ തോന്നുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ വെറുപ്പ് തോന്നേണ്ട കാര്യമില്ല. റിയാക്ട് ചെയ്യേണ്ടോടത്ത് നമ്മൾ റിയാക്ട് ചെയ്യണം. പക്ഷേ റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടല്ലോ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോവുമായിരിക്കും. പെട്ടെന്ന് ഒരാൾ നമ്മളെ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് ടച്ച് ചെയ്താൽ ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് പറയും നമ്മൾ റിയാക്ട് ചെയ്യണമെന്ന്. ചിലപ്പോൾ എനിക്കപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ലൈക്ക് നമ്മളാകെ ഷോക്കായി പോവും. അയ്യോ എന്താ ഞാനിപ്പോൾ കാണിക്കുക, ഇപ്പം എന്നെ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടല്ലേ തൊട്ടത്, ഞാനിപ്പോൾ ഇവിടെ ഒച്ച ഉണ്ടാക്കണോ, എന്താ ചെയ്യുക, ഇങ്ങനെ നമ്മൾ ഷോക്കായിട്ട് നമ്മൾ കുറേ ആലോചിക്കും. ചിലപ്പോൾ ആലോചിച്ച ടൈമും പോയിട്ടുണ്ടാവും. അപ്പം അത് നമ്മൾ എന്താ പറയുക നമുക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഒന്ന് നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുക. നമ്മളുടെ ഒരു സേഫ് സ്പേസ് നമ്മളുടെ ഇതെല്ലാം ഓപ്പണായിട്ട് പറയാൻ പാകത്തിന് കുറച്ച് ആൾക്കാർ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ബ്ലെയിം ചെയ്യാണ്ടിരിക്കുക. ഇഫ് സച്ച് തിങ്സ് ഹാപ്പൻസ് അത് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ കുഴപ്പമല്ല, ഡ്രസ്സിൻ്റെ കുഴപ്പമല്ല, സൈസസിൻ്റെ കുഴപ്പമല്ല, എന്താ പറയുക സ്കിൻ പുറത്ത് എക്സ്പോസ് ചെയ്തതിൻ്റെ കുഴപ്പമൊന്നുമല്ല. അത് ഈ ചെയ്യുന്ന ആൾക്കാരുടെ മാനസികമായിട്ടുള്ള പ്രശ്നമാണ്, മെൻറ്റാലിറ്റിയുടെ പ്രശ്നമാണ്. ഇപ്പം നിർഭയയുടെ കേസിൽ ഞാനൊരു ഡോക്യുമെൻ്ററിയുടെ കുറച്ച് പാർട്ട് കണ്ടിരുന്നു. ആ കേസിൽ ക്രൈം ചെയ്ത ആൾ പറയാണ് 2 കൈ കൂട്ടിയടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ആസ് എഫ് നിർഭയ സോ കോൾഡ് അസമയത്ത് പുറത്തിറങ്ങിയത് കൊണ്ട് അവൾ അത് വാണ്ട് ചെയ്തിരുന്നു. ഒരു സെക്സ് എന്ന് പറയുന്ന ഒരു നോൺ കൺസെൻഷ്വൽ സെക്സ് വാണ്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നത്. അല്ലാതെ അയാൾ പറയുന്നത് എൻ്റെ മാത്രം തെറ്റല്ല. ഇപ്പോൾ ഒരു റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ പെൺകുട്ടീനെ ആൺകുട്ടീനെ ശിക്ഷിക്കണമെന്ന്. ഇവനോട് പോയിട്ട് ആ പെൺകുട്ടി പറഞ്ഞു എന്നെ റേപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ? എൻ്റെയൊക്കെ വർത്താനം കേട്ടതാണെന്ന് തോന്നുന്നത്. ഇങ്ങനത്തെ ഒരുമാതിരി ഊളകൾ ഉള്ളത് കൊണ്ട് നോട്ട് ഓൾ മെൻ എന്ന് പറയുന്ന ഹാഷ്ടാഗിനോട് എനിക്ക് പുച്ഛാ തോന്നുന്നത്. നോട്ട് ഓൾ മെൻ ദെൻ വിച്ച് ഓൾ മെൻ, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ നോട്ട് ഓൾ മെൻ ഹാഷ്ടാഗ് ഇറക്കുന്നവരോട്. അപ്പം ഇങ്ങനെ 2 കൈ അടിച്ചാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ അവനവിടെ പറയുന്നത് എന്താണ്, ആ കുട്ടി ആ ഒരു സമയത്ത് ഇറങ്ങിയത് കൊണ്ട് എനിക്ക് റേപ്പ് ചെയ്യാം. ഒരു സോക്കോൾഡ് ആ സമയത്ത് ഇറങ്ങുന്ന ഒരു കുട്ടി പുറത്തിറങ്ങുകയാണെങ്കിൽ ദേ അവിടെ ഉണ്ട് ഇപ്പോൾ റേപ്പ് ചെയ്തേക്കാം എന്നാണ് വിചാരം. അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ ഉണ്ടാകുന്നത് നമ്മുടെ നാടിൻ്റെ പ്രശ്നം തന്നെയാണ്. സൗദിയിൽ നടക്കില്ല, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ അതിൻ്റെതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ആൾക്കാർ ചെയ്യൂല, തല വെട്ടും. അല്ല പിന്നെ ചെയ്യാൻ ആളുണ്ടാവൂല, ആള് തീർന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു പ്രോപ്പർ സിസ്റ്റം വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മളെ സൂക്ഷിക്കുക. നമുക്ക് സെൽഫ് ഡിഫെൻസ് ഒക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. സെൽഫ് ഡിഫെൻസിനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനി ഇങ്ങനത്തെ ന്യൂസ് ഉണ്ടാവില്ല എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും കുറച്ചെങ്കിലും കുറയട്ടെ, വരാതിരിക്കട്ടെ എന്ന് ഞാൻ ഉള്ളിൽ കരുതുക.